എന്തൊക്കെ വന്നാലും ഈ യുദ്ധത്തിൽ നിന്നും തങ്ങൾ ഒരടി പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്ത്. അമേരിക്കയും ഇസ്രായേലിനും എതിരായ പോരാട്ടത്തിൽ ഇനി പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഈ സ്വാഗ്നിൽ നടന്ന സൈനിക നീക്കത്തിൽ F-15C-130 എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി അമേരിക്കൻ വിമാനങ്ങൾ തകർത്തതായി തന്നെ ഇവിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇനി എത്ര വെടിനിർത്തൽ കരാറുകൾ അവിടെ പങ്കുവച്ചാൽ പോലും തങ്ങൾ ഈ ഒരു രീതിയിൽ ആക്രമണത്തിന് ഒരയവ് പോലും വരുത്തില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നും അധിനിവേശക്കാർക്ക് മറുപടി നൽകാൻ തങ്ങൾ സജ്ജരാണ് എന്നതാണ് ഇവിടെ ഇറാന്റെ സൈനിക വക്താവായ ഇബ്രാഹിം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഇറാൻ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സ്വാഗനിൽ അമേരിക്കൻ പൈലറ്റിനെ രക്ഷിക്കാനുള്ള നീക്കത്തിനിടെ തന്നെ C-130 ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ തന്നെ നിരവധി വിമാനങ്ങൾ തകർത്തതായി തന്നെ ഇവിടെ എടുത്ത് അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഒരു F-15 സ്ട്രൈക്ക് ഈഗിൾ വിമാനവും A-10 വാർത്താഹോഗും തങ്ങൾ വീഴ്ത്തിയതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെ തന്നെ 12ഓളം വിവിധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതായിരുന്നു ഇറാൻ അവകാശപ്പെട്ടത്. അതേസമയം തകർന്ന F-15 വിമാനത്തിലെ ഒരു പൈലറ്റിനെ സാഹസികമായ ഓപ്പറേഷനിലൂടെ തന്നെ രക്ഷപ്പെടുത്തിയതായി തന്നെ ഇവിടെ അമേരിക്ക സ്ഥിരീകരണം നടത്തിയിരുന്നു. എന്നാൽ ഇറാന്റെ മറ്റ് അവകാശവാദങ്ങളെക്കുറിച്ച് പെന്റഗൺ ഔദ്യോഗികമായി തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മേഖലയിൽ സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ പുറത്തുവരുന്നത്. അതേപോലെ തന്നെ ഇറാൻ ആകട്ടെ ഹോർമൂസിൽ പണം ഈടാക്കാനുള്ള നിയമവിധേയമായ വഴികൾ തിരയുന്നതായി തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് നഷ്ടം ഇതിലൂടെ തന്നെ ഈടാക്കുവാനും, അതായത് യുദ്ധത്തിലുണ്ടായ വലിയ നഷ്ടം ഈ ഒരു രീതിയിൽ ഈടാക്കുവാനും അതുവരെ തന്നെ പണം ഈടാക്കും എന്നതാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാൻ അവിടെ നരതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാനെതിരെ വലിയ രീതിയിലുള്ള അസഭ്യവർഷം നടത്തിക്കൊണ്ടായിരുന്നു ട്രംപ് തന്റെ പ്രസ്താവന നടത്തിയത്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്: ഭ്രാന്തൻ തെണ്ടികളെ, കടലിടുക്ക് തുറക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും എന്നതായിരുന്നു. മാത്രമല്ല, അല്ലാഹുവിന് സ്തുതി എന്നതും കൂടി അദ്ദേഹം ഈ ഒരു പോസ്റ്റിലൂടെ കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.